കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ കർത്തൃദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന എല്ലാ ദൈവ മക്കൾക്കും, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനം എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് തന്നെ പ്രിയ കുഞ്ഞ് മുഴുവൻ കാണാപ്പാടം പറഞ്ഞത്. സ്തോത്രം. കർത്താവ് അവളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാനം മുഴുവനും അവൾ കാണാപ്പാടം പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ച, ഒരു വ്യക്തി വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഒക്കത്തുള്ളൂ എന്ന ആ സങ്കീർത്തനക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവജനത്തിന്റെ വിശുദ്ധിക്കെതിരെ പോരാടുന്ന ശത്രുവുണ്ട്, പൈശാചിക ശക്തികളുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ശക്തി ആർജിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. സ്വതന്ത്രം. ആ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെടണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരൂ. ശത്രു നമ്മെ തൊടാൻ ആത്മാവ് അനുവദിക്കത്തില്ല. ആത്മാവ് നിനക്കൊരു പ്രൊട്ടക്ഷൻ ഇടുന്നതാണ്. സ്തോത്രം. ഈ പിശാചിന്റെ തന്ത്രങ്ങൾ ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയില് ഞാൻ എടുത്ത ഒരു സബ്ജക്റ്റാ ഇന്ന് പൊതുവായിട്ട് ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തതെങ്കിലും ദൈവാത്മാവ് പറഞ്ഞു ഇത് തന്നെ എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എടുക്കുക. ശ്രദ്ധിക്കുക, പിശാചൊരുക്കുന്ന ട്രാപ്പുകളുണ്ട്, സ്നേഴ്സ്, കെണികൾ. ദൈവ മക്കളെ തകർക്കാൻ പിശാചൊരുക്കുന്ന ട്രാപ്പുകളുണ്ട്, കെണികൾ അഥവാ സ്നേർ എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കാമെങ്കിൽ പിശാചിന് നമ്മെ അറ്റാക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ഏതൊക്കെയാണ് ആ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നവരാ അല്ലേ? വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞത് എങ്ങനെയാ? വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പറന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു പക്ഷിയെ പോലെ ഞാൻ നിന്നെ വിടുവിച്ചെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറയുക, അയ്യോ എൻ്റെ മോള് ഇവിടെ ഇരിപ്പുണ്ട്. സോറി, എന്റെ മകള് സ്കൂട്ടറിൽ യാത്ര പോകുമ്പോൾ വഴിമധ്യേ തകർക്കത്തക്കവണ്ണമുള്ള അനുഭവങ്ങൾ ആമിൻ ശത്രു പലവട്ടമിട്ടെന്ന് വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ ഓർത്ത് നമുക്ക് എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ കെണികൾ ഏതൊക്കെയാ? അത് നമ്മൾ ചിന്തിക്കണമല്ലോ. കെണികൾ ഏതൊക്കെയാണ്? നമുക്കത് ഓടിച്ചൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കെണി പുറപ്പാട് പുസ്തകം, എക്സോഡസ്
ചാപ്റ്റർ 23 23-ാം അധ്യായം 33-ാമത്തെ വാക്യം. നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ ഹേതുവായി തീരാതിരിക്കേണ്ടതിന് അവർ നിന്റെ ദേശത്ത് വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്ക് കെണിയായി തീരും. That will become a trap. അത് നിനക്ക് എന്തായി തീരും? അതായത് വേൾഡ്ലി ഗോഡ്സ്, ലോകപ്രകാരമുള്ള ദൈവങ്ങളെ നാം സേവിക്കാൻ പാടുള്ളതല്ല. ഇതും ദൈവമാ അതും ദൈവമാ എന്നും പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തോ, വിളക്ക് നിലവിളക്ക് കൊളുത്തിക്കോ, പൂമാല ഇട്ടോ, ചന്ദനം കുറിയൊക്കെ തൊട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ശത്രു നിന്നെ കെണിയിൽ അകപ്പെടുത്താൻ നോക്കും. ഞാന് ഈ ആഴ്ചയിൽ ഇങ്ങനെ ചിന്തിച്ച ഒരു വിഷയമുണ്ട്, ശ്രദ്ധിക്കണം. ക്രൈസ്തവരുടെ പള്ളികളൊക്കെ അമ്പലത്തിന്റെ മോഡലില് അതിനെ കെട്ടുപോലൊക്കെ പണിയുന്ന കാഴ്ച ഞാൻ കാണാനിടയായി. ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഹൈന്ദവരുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മോസ്കുകൾ പള്ളികളുടെ പോലെ ആകൃതിയിൽ പണിയുന്നില്ല? പിശാചൊരുക്കുന്ന കെണിയാത്, ട്രാപ്പാണത്. വാസ്തുശില്പി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിച്ച് നിന്റെ പണികളിൽ കെണിയൊരുക്കി ബന്ധിക്കാൻ നോക്കുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ മെയിൻ ഡോറിൽ കൂടെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭിത്തിയ മുൻവശത്ത്, പിന്നെ സൈഡിലോട്ട വഴിയുള്ളത്, ഡോറുള്ളത്. ആ ഭിത്തിയിൽ ഒരു ഹോള്, ഈ കേറുന്ന മെയിൻ ഡോറിന്റെ നേർക്ക് ഭിത്തിയിൽ ഒരു ഹോള്. ആ ഹോള് നേരെ ചെല്ലുന്നത് അടുക്കളയിലോട്ടാണ്. ചെറിയൊരു ഹോളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്നതാ ഈ ഹോൾ ഇവിടെ എന്തിനിട്ടിരിക്കുന്നത്? അത് വാസ്തുശില്പിയുടെ അഭിപ്രായം അനുസരിച്ച് പണിതാണ്. മെയിൻ ഡോറിൽ നിന്ന് കയറുമ്പോൾ നേരെ അകത്തോട്ട് ഡോർ വേണം, എൻട്രൻസ് വേണം, അല്ലെ ഹോൾ വേണം. പ്രിയ ദൈവമക്കൾ, 1 സെന്റിലും 2 സെന്റിലും വീട് വെക്കുന്നവന് എന്നാ വാസ്തുശില്പം നോക്കാനാ? കിട്ടിയ സൗകര്യമനുസരിച്ച് വീട് പണിയുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ശത്രു ഒരുക്കുന്ന ട്രാപ്പുകളുണ്ട്, കെണികളുണ്ട്. ഇന്ന് വീട് സമർപ്പിക്കുന്ന സമയത്ത് പാല് കാച്ചു. കഴിഞ്ഞൊരു വീടിന് ഞാൻ പ്രതിഷ്ഠാ ശുശ്രൂഷ നടത്താൻ പോയി. ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക, പാസ്റ്റർ തീ കത്തിക്കാൻ പറഞ്ഞു. വെള്ളം അടുപ്പത്ത് ഞാൻ തീ കത്തിച്ചില്ല. അവിടുത്തെ അമ്മയെ കൊണ്ട് തീ കത്തിപ്പിച്ചു, വെള്ളം തിളപ്പിച്ച്. ഞാൻ പറഞ്ഞു ചായ ഇട്ട് കൊടുക്കാം. വെള്ളം തിളപ്പിച്ചു. അതായത് പാല് തിളപ്പിക്കുന്നു എവിടെ എഴുതി? വീടുകൾക്ക് പാല് കാച്ചു. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പിശാച് ഒരുക്കി. സ്തോത്രം. മുഹൂർത്തങ്ങൾ നോക്കുന്നവരുണ്ട്. മുഹൂർത്തങ്ങൾ നോക്കുക, രാഹുകാലം നോക്കുക. രാഹുകാലം നോക്കി വേണം ഇറങ്ങാൻ. റോഡേ പോയാൽ പൂച്ച കുറുകെ ചാടിയാൽ പിന്നെ തിരിഞ്ഞു. പാവം പൂച്ച എന്ന് ചെയ്യാൻ. ശത്രു ഒരുക്കുന്ന കെണികളുണ്ട്. അത് ദൈവമക്കൾ തിരിച്ചറിയണം. ഞാൻ മുമ്പോട്ട് സമയമില്ല, കുറെ ഉണ്ട്, നമുക്ക് ചിന്തിക്കാൻ. 2-ാമത്തെ കെണി, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, ചാപ്റ്റർ 34 വേഴ്സ് 12, 12-ാമത്തെ
വാക്യം. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യേ ഒരു കണിയായിരിക്കും. അത് നിനക്കൊരു കണിയാകുമെന്ന്. ചെല്ലുന്ന ദേശത്ത്, നാം പാർക്കുന്ന ഇടത്ത് ദേശത്തെ നിവാസികളുമായിട്ട് ഒരു ഉടമ്പടി എടുക്കാൻ പോകരുത്. അങ്ങനെ ചെയ്താൽ അത് നിനക്ക് പിന്നത്തേതിൽ ഒരു കണിയായി തീരും. ദൈവജനം എപ്പോഴും ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ വണ്ണം. ബിലയാം ഇസ്രായേൽ ജനത്തെ നോക്കി ശപിക്കാൻ വന്ന് നിൽക്കുമ്പോൾ അവൻ പ്രവചിക്കുകയാ, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ നമുക്ക് വേണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ ജനം മാനസാന്തരപ്പെട്ട് വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അതിന് കൊടുത്ത മറുപടി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 37 മുതലുണ്ട്. നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഒരു വേർപാട് വേണം. ഈ വക്രതയുള്ള കോട്ടമുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? വേർപെടണം, രക്ഷിക്കണം. ഞാനത് വിടുക. അപ്പൊ നോക്കിയേ, രണ്ടാമത് സൂക്ഷിക്കേണ്ടത്, നാം പാർക്കുന്ന ഇടത്തെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ പാടില്ല. അതൊരു ട്രാപ്പാണ്. മൂന്നാമത്തെ ട്രാപ്പ്, ആവർത്തന പുസ്തകം. ആവർത്തനം 7-ാം അധ്യായം, ഡ്യൂട്ടറോണമി ചാപ്റ്റർ 7 വേഴ്സ് 25. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിക്കുവാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. ഇംഗ്ലീഷിൽ KJV പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ സ്നേർ എന്നാണ്. ഇറ്റ് വിൽ ബി സ്നേർ ടു യു. NIV നോക്കിയാൽ ഞാൻ അത് രണ്ടും നോക്കി. അത് രണ്ട് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, വേറെ മറ്റൊന്നും നോക്കിയില്ല. ഈ രണ്ടിലും എഴുതിയിരിക്കുന്ന ഇറ്റ് വിൽ ബിക്കം സ്നേർ ടു യു. അത് നിനക്കൊരു കെണിയാണ്. ഏത്? വെള്ളിയും പൊന്നും. വെള്ളിയും പൊന്നും ദൈവമക്കൾക്കൊരു കെണിയായി തീരാതിരിക്കാൻ ദൈവജനം അത് ഉപേക്ഷിച്ച് മതിയാവും. ഇന്ന് പലരും കഴുത്തേലെ മാലയൊക്കെ ഉപേക്ഷിക്കും, കാതയിലെ കമ്മലൊക്കെ ഉപേക്ഷിക്കും. എന്നാൽ അരയിൽ ഒരു വെള്ളി അരിഞ്ഞാണ് ആരും കാണുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കാണുക. PMG സഭയുടെ ആരംഭകാലത്ത് PMG ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ, KM ജോർജ് സാറിന്റെ വാടക വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പ് എന്ന പേരുള്ള ഒരു സഹോദരൻ, ഞാൻ അവിടെ കൊണ്ടുവരാം, ഞാനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ താമസിക്കാത്തതാണ്. ഫിലിപ്പ് എന്ന പേരുള്ള ഒരു സഹോദരൻ പാളയത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ. അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ അതിരിങ്കലെ ജോർജ് സാർ എന്ന് പറയും, ഇപ്പോൾ കർത്തൃസന്നിധിയിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം മീറ്റിങ്ങിന് ശുശ്രൂഷയ്ക്ക് അവിടെ കടന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫിലിപ്പ് കയറി വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഈ ജോർജ് സാറ് ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ അതിരിങ്കൽ ജോർജ് സാറ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു കെട്ടുണ്ട്, നിന്റെ അരയിൽ ഒരു കെട്ടുണ്ട്, അത് അഴിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. എന്റെ അരയിലൊന്നുമില്ല. ഉടനെ ജോർജ് സാർ വീണ്ടും പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു പറഞ്ഞില്ല, നിന്റെ അരയിൽ ഒരു കെട്ടുണ്ട്, അഴിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അകത്തെ മുറി പോയി അഴിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഇവൻ നിൽക്കക്കള്ളിയില്ലാതായി. ഇവൻ അകത്തെ മുറി പോയി 101 കെട്ടിട്ട ഒരു കറുത്ത ചരട് ഇവന്റെ അരയിൽ നിന്ന് അഴിച്ചു കൊണ്ടുവന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ വെട്ടിയാർ ശുശ്രൂഷകനായിരുന്ന സമയത്ത് ഒരു സഹോദരിയുടെ കുടുംബത്തിൽ എന്നും പ്രശ്നം. പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞു, സഹോദരി, ഉപേക്ഷിച്ച ആഭരണം വല്ലതും വീട്ടിൽ വെച്ചിട്ടുണ്ടോ? അവള് പറഞ്ഞില്ല, എല്ലാം വിറ്റു. ഗുഡ്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണം വെച്ചിരിക്കുന്നതായി ദൈവാത്മാവ് പറയുന്നു. ഉടനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ഭർത്താവ് എന്റെ കഴുത്തിൽ കെട്ടിയ മിന്ന് പെട്ടിക്കത്തിരിപ്പുണ്ട്. ഭർത്താവ് കഴുത്തിൽ കെട്ടിയ മിന്ന്, അതെങ്ങനെ കളയുന്നു? മിന്ന്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഏത് ആകൃതിയാണെന്നും ഏത് അർത്ഥത്തിലാണെന്നും ഒക്കെ ഉള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അതെടുത്ത് കളയാൻ പറയാം. കളയുകയോ വിൽക്കുകയോ എന്തുവോ ചെയ്യും, നിന്റെ വീട്ടിൽ വെച്ചേക്കരുന്നു. അവൾ അതുപോലെ ചെയ്തു കേട്ടു. ആ മിന്നെടുത്ത് മാറ്റി. സംഭവിച്ചേക്കണോ? മാനസാന്തരപ്പെടാത്ത, ഉപദ്രവിക്കുന്ന ഇവളുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ആ സഭയുടെ സെക്രട്ടറി ആയി തീർന്നു പിൽക്കാലത്ത്. ശ്രദ്ധിച്ചേ, വെള്ളിയും പൊന്നും നിനക്കൊരു ട്രാപ്പാണ്, സ്നേറാണ്. നമ്മളത് ഉപേക്ഷിച്ചവരായതുകൊണ്ട് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. 4 യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം 13-ാമത്തെ വാക്യം. യോശുവ 23:13. നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവർ നിങ്ങൾക്ക് ആരായിരിക്കും? കെണിയായിരിക്കും. ആര്? ഫ്രണ്ട്ഷിപ്പ്, അതായത് ദൂഷിച്ച സഖിത്വം. മോശമായി നടക്കുന്ന വ്യക്തികളുമായി നാം കൂട്ടുപിടിച്ചാൽ നിശ്ചയമായും അതിൽ നിന്ന് ഏതാണ്ടൊക്കെ ഇങ്ങോട്ട് പറ്റിപ്പിടിക്കും. നമുക്കറിയാം, മൂട്ട ഉള്ള ബസ്സേൽ കയറി ഒന്നിരുന്ന് സഞ്ചരിച്ച് നോക്കാൻ നേരം 1-2 മൂട്ട നിങ്ങളുടെ വീട്ടിൽ വന്നു പറ്റിപ്പിടിക്കും. ഒരു ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം. നമ്മുടെ കൂട്ടുകെട്ട് ദൈവമക്കളുമായിട്ട് മാത്രമായിരിക്കും. പോരാ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളുമായിട്ടായിരിക്കണം. മടങ്ങി വരണം. 106 സദൃശവാക്യങ്ങൾ 20-ാമത്തെ അധ്യായം. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇത് നിവേദിതമെന്ന് തത്രപ്പെട്ട് നേരുന്നതും നീർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനൊരു കെണി. മനുഷ്യന് കെണി ഉടമ്പടി ലംഘനം, ഡിസൊബീഡിയൻസ് ഓഫ് കവനന്റ്. ഉടമ്പടി ലംഘനം ഒരു കെണിയാണ്. നമ്മൾ ഉടമ്പടി കഴിഞ്ഞ ആഴ്ചയിലും ഒരു വിവാഹ ശുശ്രൂഷ നടത്താനിടയായി. കുടുംബ ബന്ധമെന്ന് പറയുന്നത് ഉടമ്പടിയുടെ ബന്ധമാണ്. അവൾ നിന്റെ കൂട്ടാളിയും ഉടമ്പടിയുടെ ഉഭയസമ്മതത്തിന്റെ ഭാര്യയുമല്ലോ. മലാക്കി പ്രവചനത്തിൽ
ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മേലാണ്. കവനന്റ്, ദൈവസന്നിധി തമ്മിൽ എടുക്കുന്ന ഉടമ്പടി അല്ലേ? മരണത്താൽ അല്ലാതെ വേർപിരികയില്ല, വിശ്വസ്തത മരണം വരെ വിശ്വസ്തയോടെ ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ പ്രതിഷ്ഠ എടുത്ത കരം കൊടുപ്പിക്കുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ ആ ഉടമ്പടി എല്ലാം മറക്കുക. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നു. മരണത്താലല്ലാതെ വേർപിരിയത്തില്ല എന്ന് പറയുമ്പോൾ എന്റെ പൊന്നു സഹോദരൻ, കുഞ്ഞുങ്ങളെ, കല്യാണം കഴിക്കാൻ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്നത്, കൂടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലത്. പെൺപിള്ളാരോട് ഞാൻ പറയും, മരണം വരെ കൂടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതുപോലെ വന്നു പോകുന്നത് നല്ലത്. ഇവിടെ പാളയം സഭയ്ക്കും ആത്മാക്കൾ കുറയാതിരിക്കുന്നു. കല്യാണം കഴിച്ചാൽ അങ്ങ് പോകത്തല്ലേ. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ മേലുള്ളതാണ്. അതിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ പാടുള്ളത് അല്ല. ഇന്ന് കുടുംബങ്ങൾ പലതും ഡിവോഴ്സിലാണ്. ഭർത്താവിനോട് ജീവിക്കാൻ മേല, ഭാര്യയോട് ജീവിക്കാൻ മേല. എന്തിനായി മറ്റുള്ളവരെ ചതിക്കുന്നവർ? വഞ്ചിക്കല്ലേ? ഉടമ്പടി ലംഘനം ഒരു കെണിയ ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തമ്മിൽ ഉടമ്പടി ചെയ്യുന്ന എന്താണെന്നറിയാം? മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ വിശ്വസ്തയോടെ ഞാൻ നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റി പുലർത്തി നിന്നോടൊപ്പം വസിച്ചു കൊള്ളാമെന്നുള്ള ഉടമ്പടി. തിരിച്ചും അതുപോലെ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ വിശ്വസ്തയോടെ ഞാൻ നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്നുള്ള ഉടമ്പടി. ഇന്ന് ഭാര്യയെ എഫെസ്യ ലേഖനം എടുക്കണ്ട, 5-ാം അധ്യായത്തിൽ പറയുന്നത് സ്വന്തം ശരീരത്തെ പോലെ എന്ത് ചെയ്യണം? സ്നേഹിക്കേണ്ടതാകുന്നു. ആരും സ്വന്തം ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്നത് ആരാന്നറിയോ? സ്വന്തം ശരീരത്തെ അടിക്കുന്നത് ആരാന്നറിയോ? ഉപദ്രവിക്കുന്ന ആരാ? കല്ലെടുത്ത് വെച്ച് സ്വന്തം ശരീരത്തെ ഇടിച്ച ഒരുത്തനെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, മർക്കോസ് 5-ാം അധ്യായത്തിൽ. ആരാ? ഭ്രാന്തൻ, ഭൂതം ബാധിച്ചവൻ. ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാര് ഇതിനകത്ത് ആരുമില്ല. ഉണ്ടെങ്കിൽ ഓർത്തണം, നീ പിശാചു ബാധിച്ചിരിക്കുക. പെങ്കുച്ചിന്റെ അപ്പനും അമ്മയും കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്ന് ഒരു പരിചയമില്ലാത്ത നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നത് അടിക്കാനല്ല, ഉപദ്രവിക്കാനല്ല. ഭാര്യമാരെ തൊട്ടുപോകരുത്. എന്തിനേറെ അവര് പോയി വനിതാ കമ്മീഷനിൽ ഒരു പേപ്പർ കൊടുത്താൽ മതി, നീ അകത്താ ജയിലിൽ അടിയെണ്ണിക്കണം. ഒരു പേപ്പർ കൊടുത്താൽ മതി. ഞാൻ പറയല്ല പേപ്പർ കൊടുത്താൽ ഒറ്റെണ്ണം ചെയ്യണ്ടേ. കാരണം നമ്മുടെ സഭയിൽ അതില്ലാത്തത് കൊണ്ട് സ്വന്തം. ഉടമ്പടി ലംഘനം അതൊരു കെണിയ. തമ്മിലെടുക്കുന്ന ഉടമ്പടി നമ്മൾ പാലിച്ചേ മതിയാവും. പാലിക്കാം. വേഗം മുമ്പോട്ട് പോകാം. എടുക്കാൻ നമുക്ക് ഈ സദൃശവാക്യങ്ങൾ 29. ഒരുപാട് പറയാനുണ്ടെങ്കിലും വിരലെണ്ണാവുന്ന ഏതാനും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 29-ന്റെ 25-ാം വാക്യം. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. ശ്രദ്ധിക്കണേ, ഭയം, മാനുഷ്യഭയം ദൈവത്തെ ഭയക്കുന്ന കാര്യമല്ല.
The fear of God is the beginning of the wisdom. ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. എന്നാൽ മാനുഷിക ഭയം ഒരു കെണിയാണ്. The fear of man is a trap. മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമില്ല. സുവിശേഷത്തിന്റെ മുൻപിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തന്റെ ഇടത്തോടെ കർത്താവിനോട് നിൽക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? ഞാൻ മരിക്കുന്നത് എനിക്ക് ലാഭം, ലാഭം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു. അപ്പൊ മാനുഷിക ഭയം ഒരു കെണിയാ. അയ്യോ, ഭർത്താവ് എന്തോ ചെയ്യും? സ്നാനപ്പെടാൻ പാസ് പറയാ, സ്നാനപ്പെടുന്നുണ്ടോ? ഭർത്താവ് എന്ത് ചെയ്യും? അപ്പനമ്മ എന്തോ പറയും? ഭാര്യ എന്തോ പറയും? ഇല്ല. മാനുഷിക ഭയം ഒരു കെണിയാണ്. സ്തോത്രം. നമ്മൾ വല്ലതും കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും, അല്ലേ? ഞാൻ ഇവിടെ നിന്നോട് വയറ് നിറച്ച് വല്ലതും കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വയറ് നിറയുമോ? ഒരിക്കലില്ല. നിങ്ങൾ നന്നായിട്ട് കഴിച്ചെങ്കിലേ നിങ്ങളുടെ വയറ് നിറയത്തുള്ളൂ. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് അവരവർക്കുള്ളതാണ്. അവരവർ ഏറ്റെടുക്കേണ്ടതും അവരവർ അവകാശമാക്കേണ്ടതുമാണ്. സ്തോത്രം. അപ്പൊ മാനുഷിക ഭയം ഒരു കെണിയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുമെന്ന്. കെണി ഈ പെട്ടെന്ന് ധനികന്മാർ. അതാ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലുണ്ടല്ലേ? എന്തുവാ? പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല. ബാങ്കിൽ കൊണ്ടിട്ടോ പലിശ ബാങ്കുകാർ തരും, മേടിച്ചോ. എനിക്കറിയാം ഒരു വ്യക്തി പണം എത്ര രൂപ പലിശയ്ക്ക് കൊടുക്കും? 18 രൂപ മാസം. 100 രൂപ കൊടുത്താൽ 18 രൂപ പലിശ. എന്റെ പൊന്നെ, ദ്രവ്യ ആഗ്രഹം. ദ്രവ്യം നമുക്ക് വേണം, നമുക്ക് ജീവിക്കാൻ പണം വേണം. പണമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല, പണം വേണം. പക്ഷെ ദ്രവ്യത്തിന്മേലുള്ള ആഗ്രഹം, അത്യാഗ്രഹം, അത് സകലവിധ ദോഷത്തിനും സകലവിധ എന്തെല്ലാം കാര്യങ്ങളാണ് പണം സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. ഏത് ഹീനകാര്യം ചെയ്യാൻ ഒരു മടി. മിലിറ്ററിയിലായിരുന്നു ജോലി. പെന്തക്കോസ്തുകാരുടെ കാര്യം ഞാൻ പറയുന്നത്. മിലിറ്ററിയിലായിരുന്നു ജോലി, റിട്ടയർ ചെയ്തു. ഇപ്പൊ വിശ്വാസത്തിൽ വന്നു. എങ്കിലും മിലിറ്ററി ക്യാൻറ്റീനിൽ പോയി നിൽക്കും ക്യൂ. എന്തിനാ? കുപ്പി വാങ്ങി കുടിക്കാനല്ല, കുപ്പി വാങ്ങി മറച്ചു വെക്കുക. കുപ്പി വാങ്ങി സ്വോത്രമില്ലല്ലോ. കുപ്പി വാങ്ങി മറിച്ചു വിൽക്കുക, പണം സമ്പാദിക്കുക. ഉപദേശങ്ങൾ പറഞ്ഞേ ഒക്കത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ദ്രവ്യാഗ്രഹം അതൊരു കെണിയാണ്, ട്രാപ്പാണ്, കെണിയാണ് ദ്രവ്യാഗ്രഹം. പോട്ടെ, ഞാനത് വിളിക്കാം. പണ്ടങ്ങാണ്ട് ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് സ്വർണവുമായിട്ട് വന്ന് പോലീസ് പിടിച്ചപ്പം, കസ്റ്റംസുകാർ പിടിച്ചപ്പം ഇവര് കുറ്റമൊക്കെ സമ്മതിച്ചു. പാസ്റ്റർ ചോദിച്ചു, നീ എന്തിനാ പണം, നീ ആഭരണം ധരിക്കാത്തവൾ, പിന്നെന്തിനാ നീ ആഭരണം കൊണ്ടുവന്ന്? സ്വർണം കൊണ്ടുവരുന്ന കാര്യമുണ്ടായിരുന്നു, കസ്റ്റംസുകാർ പിടിച്ചില്ലേ? ഉടനെ ഇവള് പറയുക, അത് പാസ്റ്റർ ഞാൻ കൊണ്ടുവന്നത് ഇവിടെ വിറ്റേച്ച് ആ പണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനാണ്. ദ്രവ്യാഗ്രഹം, ലവ് ഓഫ് മണി. ഇനിയും പലതും പറയാനുണ്ടെങ്കിലും ഒത്തിരി ആയിപ്പോയി, അതോടെ ഞാൻ നിർത്തുക. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്.
പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം അത്ര മാത്രം വലിയതാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം ദൈവസന്നിധി സമർപ്പിച്ചു. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇന്നത്തെ സഭായോഗത്തെ ദൈവം അനുഗ്രഹിച്ചതോർത്ത് ഹല്ലേലൂയ പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, ഇന്നിവിടെ ആരാധനയ്ക്ക് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.